ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ട്രിഗ്നോമെട്രിക് വാല്യൂസ്. അതെ, എക്സാമിൽ നമ്മൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട ട്രിഗ്നോമെട്രിക്കിന്റെ ആംഗിൾ വാല്യൂസ് ആണ് നമ്മൾ ചെറിയ ചെറിയ ടെക്നിക്കിലൂടെ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് നമ്മൾ നോക്കും. നമ്മൾ എക്സാമിന് അറിഞ്ഞിരിക്കേണ്ട ട്രിഗ്നോമെട്രിക്കിന്റെ മെയിൻ വാല്യൂസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്നിവയാണ്. സിമ്പിൾ ആണ്. 0 ഡിഗ്രിയും 90 ഡിഗ്രിയും അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് 30, അതിന്റെ കൂടെ 15 കൂട്ടിയാൽ 45, പിന്നെ ഒരു 15 കൂട്ടിയാൽ 60 അല്ലേ? എങ്കിൽ നമ്മൾ ഈ വാല്യൂസ് എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സൈനിന്റെ വാല്യൂ ആണ്. ഞാനൊരു കഥ പറയാം. ഒരു പെൺകുട്ടി 5 ദിവസം കടയിൽ പോയി പാല് വാങ്ങിക്കുന്ന കണക്കിലൂടെയാണ് നമ്മളിത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. പെൺകുട്ടി ആദ്യത്തെ ദിവസം 0 ലിറ്റർ പാലാണ് മേടിച്ചതെന്ന് കരുതിക്കോളൂ. ഓക്കെ, അടുത്ത ദിവസം ഫസ്റ്റ് ദിവസം 0 ലിറ്റർ പാല്, അടുത്ത ദിവസം ആ കുട്ടി മേടിച്ചത് 1/4 ലിറ്റർ പാല്. 1/4 ലിറ്റർ കൂടി രണ്ടാമത്തെ ദിവസം. എന്നാൽ മൂന്നാമത്തെ ദിവസം ആ കുട്ടി മേടിച്ചത് 1/2 ലിറ്റർ പാല്, വീണ്ടും ഒരു 1/4 ലിറ്റർ കൂടുതൽ മേടിച്ചു. നാലാമത്തെ ദിവസം വീണ്ടും ഒരു 1/4 ലിറ്റർ കൂട്ടി 3/4 ലിറ്റർ പാല് മേടിച്ചു. ഓക്കെ, അഞ്ചാമത്തെ ദിവസം 1 ലിറ്റർ പാല് മേടിച്ചു. അങ്ങനെ 5 ദിവസം ഒരു പെൺകുട്ടി കടയിൽ പോയി പാല് മേടിച്ച കണക്കിൽ നിന്നാണ് നമ്മൾ സൈനിന്റെ വാല്യൂ കണക്ട് ചെയ്യുന്നത്. ഒന്നുമില്ല, ഇതിന്റെ എല്ലാം റൂട്ട് എടുത്തോളൂ, സൈനിന്റെ വാല്യൂ ആയി. സൈൻ 0, 0യുടെ റൂട്ട് എത്രയാണ്? 0 തന്നെയാണ്. ഓക്കെ, സൈൻ 30, സൈൻ 30യുടെ വാല്യൂ 1/4 ലിറ്റർ പാല് മേടിച്ചു എന്നല്ലേ? ഇതിന്റെ റൂട്ട് എടുത്തോളൂ. റൂട്ട് 1ന്റെ റൂട്ട് 1 തന്നെയാണ്. ഓക്കെ, 4ന്റെ റൂട്ട് 2 ആണ്. അങ്ങനെയെങ്കിൽ സൈൻ 45 എത്ര നോക്കാം. മൂന്നാം ദിനം 1/2 ലിറ്റർ പാല് മേടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതില് 1/2ന്റെ റൂട്ട് എടുത്താൽ മതി. 1ന്റെ ആണെന്നുണ്ടെങ്കിൽ റൂട്ട് 1 തന്നെയാണ്. 2ന്റെ റൂട്ട് 2 ആണ്. എങ്കിൽ നാലാം ദിനം സൈൻ 60ന്റെ വാല്യൂ, നാലാം ദിനം 3/4 ലിറ്റർ പാലാണ് മേടിച്ചത്. അതിന്റെ റൂട്ട് എടുത്തോളൂ. 3യുടെ റൂട്ട് 3 ആണ്. എന്നാൽ 4ന്റെ റൂട്ടോ 2 ആണ്. എങ്കിൽ അഞ്ചാം ദിനം സൈൻ 90 ഡിഗ്രി അവർ മേടിച്ചത് 1 ലിറ്റർ പാലാണ്. 1ന്റെ റൂട്ട് 1 തന്നെയാണ്. സൈനിന്റെ വാല്യൂ ആയേ. എങ്കിൽ കോസിന്റെ വാല്യൂ കണ്ടെത്താം. ഒന്നുമില്ല, സൈനിന്റെ വാല്യൂ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചെഴുതിയാൽ മതി. ഏറ്റവും ലാസ്റ്റ് 90ൽ കിടക്കുന്ന എത്രയാ? 1 എടുത്ത് ഇവിടെ എഴുതുക. അടുത്ത റൂട്ട് 3/2 എടുത്തത് ഇവിടെ എഴുതുക. ഓക്കെ, 1/√2. ഇനി അടുത്ത് ഇവിടെ ഉള്ളത് 1/2 0 അല്ലേ? സൈനിന്റെ ലാസ്റ്റിൽ നിന്നുള്ള വാല്യൂ കോസിൽ വരുമ്പോ ഫസ്റ്റിൽ നിന്ന് അങ്ങോട്ട് എഴുതുക. അങ്ങനെയെങ്കിൽ ടാനിന്റെ വാല്യൂ കണ്ടെത്താം. ടാനിന്റെ വാല്യൂ ഒന്നുകിൽ സൈനിന്റെയും കോസിന്റെയും വാല്യൂ ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ടാനിന്റെ 0 എന്ന് പറഞ്ഞാൽ ടാൻ 0 തന്നെ എന്ന് ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ സൈൻ 0 ഈ 0 ഡിവൈഡ് ബൈ 1 കൊടുത്തു കഴിഞ്ഞാൽ 0 വരും. എങ്കിൽ ടാനിന്റെ അടുത്ത വാല്യൂ ഒന്നുകിൽ ഇതും തമ്മിൽ സൈൻ 30യും കോസ് 30യും തമ്മിൽ ഡിവൈഡ് ചെയ്ത് എഴുതുക. ഈ രണ്ടും വെട്ടും 1/3 ആയിരിക്കും വരുന്നത്. അല്ല എന്നുണ്ട് എങ്കിൽ ഓക്കെ, ടാൻ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√3 മാത്രം ആലോചിച്ച് വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ 1 എടുത്ത് ഇവിടെ എഴുതുക, √3 എടുത്ത് ഇവിടെ എഴുതുക. ഓക്കെ, ടാൻ 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. 1/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഇവിടെ വാല്യൂ ഇല്ല. അങ്ങനെയെങ്കിൽ സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും വാല്യൂ നമ്മൾ കണ്ടെത്തി. എങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ ആണ്, സൈനിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്. ഓക്കെ, സൈനിന്റെ കൂട്ടത്തിൽ ഒന്നുകിൽ ഒരു കോ ചേർക്കുമ്പോൾ കോ സൈൻ എന്നല്ലേ വായിക്കുന്നത്, അതുപോലെയല്ലേ കൊസീക്ക്. അപ്പൊ സൈനിന്റെ റെസിപ്രോക്കൽ കണ്ടെത്താൻ ഒരു കോ ചേർത്ത് കൊടുത്താൽ മതി, കൊസീക്ക്. ഓക്കെ, സൈൻ 0യുടെ വാല്യൂ 0 ആണ്. അതിന്റെ റെസിപ്രോക്കലിന്റെ വാല്യൂ 0 തന്നെ ആയിരിക്കും. ഓക്കെ, എങ്കിൽ സൈൻ 30 1/2 ആണ്. അപ്പൊ അതിന്റെ റെസിപ്രോക്കലിന്റെ വാല്യൂ തലതിരിച്ചിട്ട് കൊടുത്താൽ മതി. 2/1 2 ആണ്. ഓക്കെ, സൈൻ 45 1/√2 ആണ്. അതിന്റെ റെസിപ്രോക്കലിന്റെ വാല്യൂവും തലതിരിച്ചിടുമ്പോ √2 ആവും.
ഓക്കെ, √2/1 എന്ന് പറഞ്ഞാൽ √2 തന്നെ. എങ്കിൽ sin 60 √3/2 ആണ്. അത് തലതിരിച്ചിട്ടാൽ 2/√3 ആണ്. ഓക്കെ, sin 90 1 ആണ്. അത് തലതിരിച്ചിട്ടാൽ 1 തന്നെ വരും. ഓക്കെ അല്ലേ? എങ്കിൽ കോസിന്റെ റെസിപ്രോക്കൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കോ ആൾറെഡി ഉണ്ടല്ലോ, വീണ്ടും ഒരു കോ ചേർക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവിടെ നിന്നൊരു കോ തൂക്കിയാൽ മതി. എസ്സിൽ തുടങ്ങുന്നത് ഏതാ? സീക്കാണ്. ഓക്കെ, കോസിന്റെ വാല്യൂസ് തലതിരിച്ചിടുമ്പോ വരുന്നത് സീക്കിലാണ്. അപ്പൊ 1 ആണെന്നുണ്ടെങ്കിൽ 1 തലതിരിച്ചിട്ടിരുന്നാലും 1 തന്നെയല്ലേ. അടുത്ത് കോസ് 30 √3/2 ആണ്. അത് തലതിരിച്ചിടുമ്പോ 2/√3 വരും അല്ലേ. എങ്കിൽ കോസ് 45 1/√2 ആണ്. അത് തലതിരിച്ചിട്ടാൽ √2/1 √2 തന്നെ വരും. എങ്കിൽ കോസ് 60 1/2 ആണ്. അത് തലതിരിച്ചിട്ടാൽ 2/1 എന്ന് പറഞ്ഞാൽ 2 തന്നെ വരും. എങ്കിൽ കോസ് 90 0 തന്നെയാണ്. ഓക്കെ, എങ്കിൽ കോട്ടിന്റെ വാല്യൂ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ടാന് തലതിരിച്ചിടുമ്പോഴാണ് കോട്ടിന്റെ വാല്യൂ വരുന്നത്. 0 തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ 0 തന്നെ വരും. ഓക്കെ, ടാനിന്റെ കൂടെ ഒരു കോ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വരുന്നത്? കോട്ടാൻ. അപ്പൊ കോട്ടാണ് അതിന്റെ റെസിപ്രോക്കല്. ഓക്കെ, 1/√3 ടാൻ 30. അത് തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ √3/1 √3 തന്നെ വരും. ഓക്കെ, ടാൻ 45 1 ആണ്. 1 തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ 1/1 1 തന്നെ വരും. ഓക്കെ, ടാൻ 60 √3 ആണ്. ആ √3 തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ √3 കഴിഞ്ഞാൽ √3/1 എന്നാണ് അർത്ഥം. അപ്പോൾ അത് തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ 1/√3 വരും. ഓക്കെ, കോട്ട് 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് എന്നുകൂടി ഓർത്തോളൂ. ടാൻ 90 നമ്മൾ പറഞ്ഞു 1/0 ആണ് ടാൻ 90 വരുന്നത്. നമുക്ക് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എന്നാൽ കോട്ട് 90 വരുമ്പോഴത്തേക്കും ഇത് തലതിരിഞ്ഞ് വരും. 0/1 അത് 0 തന്നെയാണ്. ഇതാണ് നമ്മൾ എക്സാമിന് ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട ഓക്കെ ട്രിഗ്നോമെട്രിക്കിന്റെ ആംഗിൾ വാല്യൂസ്. എക്സാമിൽ ചോദ്യം വരും. സൈൻ 45 എത്ര, കോസ് 45 എത്ര, അല്ലെങ്കിൽ ടാൻ 30 എത്ര. എങ്കിൽ ഈ ടേബിള് നമ്മൾക്ക് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിൽ നിന്നും മാർക്ക് സ്കോർ ചെയ്യാം എന്നതുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ജോയിൻ ചെയ്യണേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.